നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ हरि ओम गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। ओम गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम्। कैलासाद्रीशकोणे सुरविनपितटे स्फाटिके मण्डपे सन्मातङ्गारादिपीठोपरिपरिलसितं सेव्यमानं सुरोगे जानुस्तं वामबाहुं मृगमपि परशुज्ञानमुद्रावहन्तं नागोद्यत्योगवेष्टं जगतं ऋषिगणैर्ज्ञानमीशानमीते
ആരായുകിലം തത്വമൊഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശുദ്ധാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാക്ശിശിരേ കുർവദൈ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനീ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപതൈ സിദ്ധൈഃ പാദാംബുജഗചോലവ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്ക് എന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതി. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വഹിച്ചിട്ടതകുമ്പിടുന്നേ പഠിച്ചതൊന്നും മറപ്പാതിരിപ്പാൻ അനുഗ്രഹങ്ങൾ തരികണ്ടതായി. ഓം വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം മഹാഗണാധിപതയേ നമഃ. ഓം നമോ മഹാഗണപതയേ മഹാവീരായ ദശഭുജായ മദനകാല വിനാശനായ മൃത്യും ഹന ഹന യമയമ മധമത കാലം സംഹര സംഹര സർവഗ്രഹാൻ ചൂർണയ ചൂർണയ നാഗാൻ മൂഢയ മൂഢയ രുദ്രരൂപ ത്രിഭുവനേശ്വര സർവതോമുഖ കുംഭൻ സ്വാഹ. നമോ ഗണപതയേ ശ്വേതാർക്ക ഗണപതയേ ശ്വേതാർക്കമൂല നിവാസായ വാസുദേവ പ്രിയായ ദക്ഷ പ്രജാപതി രക്ഷകായ സൂര്യവരദായ കുമാരകുരവേ ബ്രഹ്മാദിസുരാസുരവന്ദിതായ സർപ്പഭൂഷണായ സർവമാലാലങ്കൃതദേഹായ ധർമ്മധ്വജായ ധർമ്മവാഹനായ ത്രാഹി ത്രാഹി ദേഹി ദേഹി അവതാരയ അവതാരയ ഗം ഗണപതയേ വക്രതുണ്ട ഗണപതയേ സർവപുരുഷവശങ്കര സർവദുഷ്ടമൃഗവശങ്കര സർവസ്വവശങ്കര വശീഗുരു വശീഗുരു സർവദോഷാൻ ബന്ധയ ബന്ധയ സർവവ്യാധി നികൃന്ദയ നികൃന്ദയ സർവവിഷാണി സംഹര സംഹര സർവദാരിദ്ര്യം മോചയ മോചയ സർവവിഘ്നാൻ ചിന്തി ചിന്തി സർവവജ്രാണി സ്ഫോടയ സ്ഫോടയ സർവശത്രുന്നുച്ഛാടയ ഉച്ഛാടയ സർവസിദ്ധിം കുരു കുരു സർവകാര്യാണി സാധയ സാധയ. ഓം ഗാം ഗിം ഗും ഗൈം ഗം ഗണപതയേ കുംഭൻ സ്വാഹ. ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീമദ് ഗണാധിപതയേ നമഃ. സർവവിഘ്നോപശാന്തയേ. കാളി കാളി മഹാകാളി
ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ കാളിം മേഘശമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലുതാരകശിര കൃത്വാ കരാഗ്രേഷുര ഭൂതപ്രേതവിശാഖമാപസകൃത മുണ്ടശകാലങ്കൃത വന്ദേ ദുഷ്ടമസൂരികാദിവിപദ സംഹാരിണീം ഈശ്വരീം ഓം ശ്രീ മഹാദേവീ നമഃ. കണ്ടുകൊള്ളുവാനുണ്ടങ്ങരാഗ്രഹം രണ്ടു പാദവും എപ്പോഴും അന്തികെ ഇണ്ടത്തിൽ തന്നെ കാത്തരുളേണമേ എന്റെ നാലു കുളങ്ങര വാഴുന്നൊരംബികെ എന്റെ നാലു കുളങ്ങര വാഴുന്നൊരംബികെ. ഹോമമന്ത്ര മഹായജ്ഞം അനുബന്ധിയായിട്ട് നടത്തപ്പെടുന്നതായ വിശിഷ്യായുള്ള പൂജകൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. എന്തുകൊണ്ടും കാളീപൂജയ്ക്ക് ഉത്തമമായ ദിവസമായിട്ട് ആചാര്യന്മാരെ വിധിച്ചിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ച തന്നെ. ശുക്രവാരേണ ഭഗവതിന്റെ ആത്മാ ക്ഷിപ്രപ്രസന്ന ഗുണം എന്നാണ് പറയുന്നത്. ശുക്രവാരത്തിങ്കൽ, അതായത് വെള്ളിയാഴ്ച ദേവിയെ അമിതമായിട്ട് ഭജിച്ച് ആരാധിച്ചാൽ ക്ഷിപ്രേണ ഗുണം, ക്ഷിപ്രം പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകും എന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ടാവാം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ സ്വാഗത സഭയിലെ സമാരാധ്യനായിട്ടുള്ള ഷാദിതന്ത്രികൾ പറയുകയുണ്ടായി, മന്ത്രാർത്ഥം മന്ത്രചൈതന്യം യോ ജനാതിസാധകം ശതലക്ഷം പ്രജാത്തോവി തസ്യ മന്ത്രോ ന സിദ്ധ്യതി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ അർത്ഥവും പറഞ്ഞിരുന്നു. ഏതൊരു മന്ത്രത്തെയാണോ ജപിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ അർത്ഥവും അതിൻ്റെ സാരാംശവും അതിൻ്റെ ഗുണഗണങ്ങളെയും പറ്റി പഠിച്ച് മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ അതിൻ്റേതായ പൂർണ്ണ ഗുണം കിട്ടുമെന്നും, അതല്ലെങ്കിൽ മന്ത്രാർത്ഥം മന്ത്രചൈതന്യം യോജനാതിസാധകം ശതലക്ഷം പ്രജാത്തോടി തസ്യ മന്ത്രോ ന സിദ്ധ്യതി, അതിൻ്റെ മന്ത്രത്തെയും മന്ത്രചൈതന്യത്തെയും ഗുണത്തെയും മനസ്സിലാക്കാതെ 100 ലക്ഷം പ്രാവശ്യം ഈ മന്ത്രം എനിക്ക് സാധകമാകണേ എന്നുള്ള വിചാരത്തോടുകൂടി ജപിച്ചാലും ആ മന്ത്രസാധനയ്ക്കുള്ള ഫലം ലഭിക്കുക. മന്ത്രോ ന സിദ്ധ്യതി എന്നാണ് പറയുന്നത്. ആ മന്ത്രം കൊണ്ട് ഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മളിന്ന് പൊതുവിൽ നേരെ വിപരീതമാണ്. കാണുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലൊക്കെ ഓരോ ആചാര്യന്മാർ വന്ന് ഓരോ മന്ത്രം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ശത്രുതാദോഷം തീരുവാനായിട്ട് ഭദ്രകാളിയുടെ ഇന്ന മന്ത്രം ജപിക്കുക, അഘോരമായിരിക്കുന്ന ദോഷം തീരുവാനായിട്ട് ശിവന്റെ അഘോര മന്ത്രം ജപിക്കുക, ശത്രുബാധകളും മറ്റിതര ദോഷങ്ങളും നീക്കുവാൻ കൃഷ്ണ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ സുദർശന മന്ത്രം ജപിക്കുക. ഇങ്ങനെ ഓരോ തരത്തിലും ഓരോ ആചാര്യന്മാർ വരുമ്പോൾ അത് കേട്ട് അതിൽ വിഭ്രമിതരായിക്കൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ ജപിക്കുകയാണ്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ തുടങ്ങി, അതല്ലെങ്കിൽ ഓം ക്ലീശ്വര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര നര അനുരൂപ ജനജന പ്രജന പ്രജന കഹ ഖ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ജപിച്ചു തുടങ്ങുകയാണ്. പക്ഷേ ആ സ്ഫുരസ്ഫുര എന്ന 2 വാക്കിൻ്റെ അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ എന്നുള്ളത് ആ ക്ലീമിൻ്റെ അതൊരു ബീജമന്ത്രമാണെന്ന് ധരിച്ച് അത് എന്തിൻ്റെ ബീജമാണ് എന്നുള്ള ധാരണ കൃത്യമായിട്ടുണ്ടായിട്ട് ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിന് ഫലസിദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ദേവിയാണെങ്കിൽ ഓം ശ്രീ മഹാദേവീ നമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മന്ത്രഫലം ഉണ്ടാവുക.
അതല്ലാണ്ട് നമ്മൾ ഏതൊക്കെ അമ്പലത്തിൽ പോയി എത്രയൊക്കെ നാമം ജപിച്ചാൽ പോലും ഒരുപക്ഷെ അതിനൊരു പൂർണ്ണത അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലസിദ്ധി ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് ആചാര്യന്മാർ പറയുക. അതുകൊണ്ട് നമുക്ക് ദേവിയുടെ പൂജ ലളിതമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ ആപത്കരണീയം എന്ന ചോദ്യം ഒരിക്കലുണ്ടാണ്. ആപത്ത് വരുമ്പോൾ എന്താണ് കരണീയമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഭൂഷണമായിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് ചോദ്യം ചോദിച്ചത് ഒരു ഗ്രാമത്തിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. ആപത്കരണീയം അത് ആരോടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയിലെ മുക്കന്നൂർ എന്ന് പറയുന്ന ദേശത്തിലെ കാക്കശ്ശേരി എന്ന് പറയുന്ന മലയിലെ കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന ഭട്ടതിരിപ്പാടിനോടാണ് ആചാര്യന്മാർ ചോദിച്ചത്. അല്ല, ഇങ്ങനെയുള്ള ജനങ്ങൾ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും വരൾച്ച കൊണ്ടും കൃഷിയൊന്നും നടക്കാതെ ഒരു ഗ്രാമത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് അവർ ഏറ്റവും താഴേക്കിടയിലേക്ക് അധപ്പതിച്ചപ്പോഴാണ് അവരുടെ പ്രതിനിധികൾ ചെന്ന് ചോദിച്ചത് ഭട്ടതിരിപ്പാടിനോട്, ആപത്കരണീയം, ആപത്ത് വരുമ്പോൾ എന്താണ് കരണീയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൂഷണമായിട്ടുള്ളത്, അല്ലെങ്കിൽ അലങ്കാരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് ഒട്ടും സംശയം കൂടാണ്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, സ്മരണീയം ശരണയുഗളമമ്പായ, സ്മരിക്കപ്പെടേണ്ടതാണ് എന്ത്? ശരണയുഗളം അമ്പായ, ജഗദമ്പയുടെ ലോകകാരണഭൂതയായിരിക്കുന്ന ഭഗവതിയുടെ ശരണയുഗലങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ പാദപങ്കജങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ആ ദേവിയെ എപ്രകാരമാണ് നമുക്ക് തൃപ്തി വരുത്തുവാൻ പറ്റുന്നത് അപ്രകാരം ആ ദേവിയെ തൃപ്തി വരുത്തുകയാണെങ്കിൽ ആപത്തൊക്കെ നീങ്ങും എന്നാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത്. വീണ്ടും ചോദ്യമുണ്ടായി, അടുത്ത ചോദ്യമുണ്ടായി, സ്മരണാർത്ഥം പിൻകുരുതേ, അങ്ങനെ സ്മരിക്കപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അരൂർ മേഖല SNDP യൂണിയൻ നടത്തുന്നതായ ഈ ഹോമമന്ത്രയജ്ഞത്തിൽ വന്ന് ഞാനും എൻ്റെ കുടുംബവും ഭക്തിപൂർവം പങ്കെടുത്താൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് പറയുന്നത്, ബ്രഹ്മാതീച്ച അഭി കൈകരീം കുരുതേ, ബ്രഹ്മാവ് ആദിയായിട്ടുള്ളവരുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് അതിന് മറുപടി കൊടുക്കുന്നത്. എങ്ങനെയാണ്? ദേവിയെ പൂജിച്ചാൽ ബ്രഹ്മാതീച്ച അഭികൈകരീം കുരുതേ, ബ്രഹ്മൻ ആദിയായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഈ മൂന്ന് ദേവതകളുടെയും അനുഗ്രഹം കിട്ടുക എന്ന് അവർക്ക് സന്ദേഹമായി. അപ്പോൾ അതിന് തന്നെ ലളിതാ